സോ അങ്ങനെ അബ്രഹാം ഓസ്ലറുടെ ട്രെയിലർ എത്തിയിരിക്കുകയാണ്. ട്രെയിലർ കണ്ടു. ഒറ്റൊരു പേരുള്ള മിഥുൻ മാനുവൽ തോമസ്. സോ ആ ഒരു പേരിലാണ് എല്ലാം ഇരിക്കുന്നത്. സോ മൂപ്പര് ഗരുഡൻ എന്ന് പറഞ്ഞ മൂവി എല്ലാവർക്കും അറിയാം. മൂപ്പര് നറേഷൻ, ആ റൈറ്റിംഗ് എല്ലായിട്ട് ഇമ്പാക്ട് ചെയ്ത സിനിമ തന്നെയായിരുന്നു ആ ഒരു ഗരുഡൻ എന്ന് പറഞ്ഞ മൂവി. ഒരു സുരേഷ് ഗോപിൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് ആ ഒരു സിനിമയിൽ കണ്ടത്. സോ അതേപോലെ തന്നെ ഈ ഒരു സിനിമയിൽ ജയറാമേട്ടൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് ഈ ഒരു സിനിമയിലൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന സംഭവം അത് തന്നെയാണ്, ജയറാമേട്ടൻ്റെ ഒരു തിരിച്ചുവരവ്. സോ അതിന് പറ്റിയ നല്ലൊരു കിടിലൻ ത്രില്ലർ സിനിമ തന്നെ ആട്ടെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ട്രെയിലർ നോക്കുവാണെങ്കിൽ ട്രെയിലർ ഫുള്ളായിട്ട് നോക്കുമ്പോൾ ഇറ്റ്സ് എ നൈസ് ട്രെയിലർ. വലിയ കുമ്മുള്ള ട്രെയിലർ ഒന്നുമില്ല, പക്ഷേ കുറേ കാര്യങ്ങൾ ഒരു ഒളിപ്പിച്ച് വെച്ചാണ് ട്രെയിലർ പോകേണ്ടത്. ഒരു കാര്യങ്ങളും മനസ്സിലായില്ല കേട്ടോ. അത് ഭയങ്കര പോസിറ്റീവ് തന്നെയാണ്. അതായത് എന്തെല്ലാം നടക്കുന്നത്, എന്തെല്ലാം സംഭവിക്കുന്ന ഒരു കാര്യങ്ങളും മനസ്സിലാവില്ല. ഒരു മിസ്റ്ററി ത്രില്ലർ തന്നെയാണ് സിനിമ. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇമോഷണൽ ഡ്രാമ മോഡിലാണ് ഈ സിനിമ പോകുന്നത് അതിൻ്റെ അകത്ത് പറയുന്നത്. സോ അതന്നെയാണ് നമ്മൾ ട്രെയിലറിലും കാണുന്നത്. കുറേയധികം കാര്യങ്ങൾ നടക്കുന്നുണ്ട്, എന്തെല്ലാം കുറേയധികം സീരീസ് ഓഫ് മേഡേഴ്സും കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ അത് എന്തെല്ലാം കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ട് ഇവർ കാണിച്ചിട്ടില്ല. എൻ്റെ അത് വളരെയധികം നന്നായി തന്നെയാണ് പറയുന്നത്. അതിന് ട്രെയിലർ തുടക്കം തൊട്ട് അവസാനം വരെ ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു അബ്രഹാം ഓസ്ലർ, ആ ഒരു ജയറാമേട്ടൻ്റെ ക്യാരക്ടർ. സോ ആ ഒരു ക്യാരക്ടർ തന്നെയാണ് ഫുള്ളായിട്ട് ഈ ട്രെയിലർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു റോളിൽ ജയറാമേട്ടൻ കാണാൻ അല്ലെങ്കിൽ രസമുണ്ട്. സോ മൂപ്പര് തിരിച്ചൊരു കംബാക്ക് തന്നെ ആട്ടെ. അതന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ. ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഈ ഒരു ട്രെയിലർ ഫുള്ളായിട്ട് ഉണ്ടാക്കുന്നില്ല. അത് ഫുള്ളായിട്ട് ട്രെയിലർ നോക്കിയാൽ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടാക്കില്ല. പക്ഷെ അങ്ങനെ വലിയ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ ആ ട്രെയിലർ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് ലാസ്റ്റ് ആ ട്രെയിലറിൻ്റെ ഒരു ക്ലൈമാക്സ് പോർഷനിൽ എത്തുമ്പോൾ ഒറ്റ ഡയലോഗ് ഒരാൾ വായിന്ന് വരുവാണ്. ആ ഒരു ഡയലോഗിൽ കിട്ടേണ്ട സാധനം കിട്ടി. മമ്മൂക്ക ഈ സിനിമയിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ ഞാൻ ആദ്യം റൂമേഴ്സാണെന്ന് വിചാരിച്ചാൽ, പക്ഷേ അത്രയ്ക്കും നല്ലൊരു ഹൈ റൂമേഴ്സ് തന്നെയായിരുന്നു. പിന്നെയാണ് ഒരു വില്ലൻ വേഷമാണെന്നെല്ലാം പറയുന്നത് കേൾക്കുന്നുണ്ട്. സോ ഏകദേശം ഈ ട്രെയിലറിൽ നോക്കുവാണെങ്കിലും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഒരു വില്ലൻ കൈൻഡ് ഓഫ് റോളെ ഞാൻ മമ്മൂക്കൊക്കെ കിട്ടാൻ പോകുന്നത്. സോ ആ ഒരു കാര്യം കൂടി വന്നപ്പോൾ ശരിക്കും ട്രെയിലർ പൂർണ്ണമായിട്ട് കാണിച്ചിട്ടുണ്ട്. സോ മൂപ്പര ആ ഒരു ലുക്കും കാര്യങ്ങളൊന്നും പുറത്തു വിട്ടില്ല. പക്ഷേ ഒറ്റൊരു സൗണ്ട് മൂപ്പര ഡയലോഗ് കേട്ട് ആ ഡയലോഗ് തന്നെ എല്ലാം ഉണ്ടായിരുന്നു. ഒരു ഡെവിൽസ് അൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞൊരു ഡയലോഗ് തന്നെയായിരുന്നു. സോ ആ ഒരു ഡയലോഗിൽ തന്നെ ആ ഡയലോഗിൽ കിട്ടേണ്ട സാധനം കിട്ടി. ആ ഒരു ട്രെയിലറിൽ ഫുള്ളായിട്ട് കിട്ടേണ്ട ഒരു എക്സൈറ്റ്മെൻറ്റ് ആ ഒരു ഒറ്റ ഡയലോഗ് തന്നെ കിട്ടിയാണ് പറയാം. സോ ഒരു ജയറാമേട്ടൻ്റെയും ആ ഒരു മമ്മൂക്കേൻ്റെ ഒരു കോംബോ അത് കണ്ടന്റ് ആസ്വദിക്കാം. സോ ജനുവരി 11 ഈ സിനിമയിൽ റിലീസ് വരുന്നത്. സോ ഭയങ്കര കട്ട വെയിറ്റിംഗ് ആണ്. മമ്മൂക്കേൻ്റെ റോൾ അറിയാൻ പറ്റും ഭയങ്കര ആകാംക്ഷ തന്നെയാണ്. സോ മിഡിൽ മാൻ തോസ്റ്റ് ഒരു അടുത്തൊരു ബാങ്ക് തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ജയറാമേട്ടൻ്റെ കിട്ടില്ല കംബാക്കും കൂടി ആവട്ടെ എന്നും കൂടി പ്രതീക്ഷിക്കാം. സോ ട്രെയിലർ നോക്കുകയാണെങ്കിൽ നൈസ് ട്രെയിലറായിട്ട് തന്നെ തോന്നി. സോ കട്ട വെയിറ്റിംഗ് ആണ് സിനിമയ്ക്ക് വേണ്ടി. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.